നിന്റെ ഞെരുക്കത്തിന്റെ അനുഭവത്തിലും വിടുവിക്കപ്പെട്ട നമ്മളെ വിടുവിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ അനുഗ്രഹിക്കാതെ ദൈവം വിടത്തില്ല. നമ്മുടെ സമൃദ്ധിയെ നടത്താതെ വിടത്തില്ല. തുടർന്ന് കർത്താവിന്റെ ആവശ്യത്തിന് പ്രിയ ജോയിപ്പാസ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആത്മാർത്ഥ സുഹൃത്തും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ല ശബ്ദത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവസഭയിൽ ആയിരിക്കുന്ന വത്സല്യ ദൈവമക്കൾ, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു, എൻ്റെ കുടുംബം, വിലപ്പെട്ട എൻ്റെ കൂട്ടു സഹോദരൻ പാസ്റ്റർ അനീഷ്, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ശരീരത്തിനൊക്കെ സൗന്ദര്യമുണ്ടെങ്കിൽ ശബ്ദത്തിനൊന്നും വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ രാവിലെ പോയി അനീഷ് പാസ്റ്റർ ചർച്ചിൽ ശുശ്രൂഷിച്ച് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ആ മൈക്കെ തുടരുതെന്ന് പറഞ്ഞില്ല. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി എൻ്റെ സ്വഭാവം എന്താണെന്ന്. എന്നാലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 3-4 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിലെത്തത്തുള്ളൂ. എങ്കിലും കർത്താവ് എത്രത്തോളം നടത്തുന്നു. ഇരിക്കുന്ന മനുഷ്യനെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞങ്ങൾ അടുത്തേക്ക് മടങ്ങി വരാം. കൊണ്ട് എത്തിച്ച ഒരു ചിന്ത, ഞാൻ ആ മനുഷ്യനെ പറ്റി നിരവധി പഠിച്ചിട്ടുണ്ട് വേദഭാഗത്തിൽ. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ആ മനുഷ്യനെ പറ്റി ഞാൻ നിരവധി തവണ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഒരുപാട് തവണ ഞാൻ ആ മനുഷ്യനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. നിരവധി തവണ വിശുദ്ധ വേദപുസ്തകത്തിന്റെ 66 ഭാഗങ്ങളിലും 66 മുറികളിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 2 വാക്യത്തിലല്ലാതെ ഈ മനുഷ്യനെ പറ്റി ബൈബിളിൽ മറ്റൊരു സ്ഥലത്തും പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഭവനത്തിലിരുന്ന് ഈ വേദഭാഗം ഇങ്ങനെ പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ചിന്തയിൽ നൽകിയ ചില പ്രമേയങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മറ്റൊരു ഭാഗം ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വന്ന ഭാഗത്താണ് മാത്യു പാസ്റ്റർ പ്രിയ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുന്നത്. ഇത്രയും വലിയ ശരീരത്തിൽ ഈ മനുഷ്യൻ കരയാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. നിങ്ങളുടെ രാമയും പറഞ്ഞ് ഞാനവിടുത്തെ പുള്ളി കരയത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അനുഭവിച്ച ചില വേദനകൾ, കൊണ്ടു നടന്ന ചില ഭാരങ്ങൾ, അസകറിയ ചില 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ചില പ്രയാസങ്ങളുണ്ട്. വളരെ ഹ്രസ്വമായ കാര്യങ്ങൾ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സാക്ഷി ഞാൻ അതൊന്ന് പറയാം. ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട് എനിക്ക്. ഞാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു വരുന്നൊരു സമയം അനുഗ്രഹിക്കപ്പെട്ടൊരു ബൈബിൾ കോളേജ് നടത്തുവാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നുണ്ട്. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞ് ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളുമെല്ലാം ആ ഗ്രാജുവേഷൻ സെറമണിയിൽ കടന്നു വരാറുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ കടന്നു വരുമ്പോൾ ഞാൻ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ, നമ്മളിവിടെ എല്ലാവരും ആരാധനയ്ക്ക് വരുന്നു. മാത്യു പാസ്റ്ററുണ്ട്, വത്സല്യ എൻ്റെ സഹോദരിയുണ്ട്, മക്കളുണ്ട്. നമ്മളെല്ലാവരും വരുമ്പോൾ മാത്യു പാസ്റ്റർ നമ്മളോട് എല്ലാവരോടും എന്ത് ചെയ്യുന്നു? ഓടി നടന്ന് സംസാരിക്കുന്നു, നമ്മളെ കൈ തരുന്നു. ഞാൻ വന്നപ്പോഴേ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നു, ഞാനൊരു ഉമ്മ കൊടുത്തു. അപ്പം നമ്മളെ അത്രയും സ്നേഹത്തോടെയൊക്കെ കരുതുന്ന വത്സല്യ ദൈവദാസൻ. എന്നാൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മളെ കരുതുകയും നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആതിഥ്യ മര്യാദകൾ ചെയ്തു തരേണ്ടുന്ന വാത്സല്യ ദൈവദാസി
അല്പം പുറകോട്ടൊന്ന് നിന്നാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ തൽക്കാലം നിങ്ങൾ ചിന്തിക്കേണ്ട, ആ ചിന്ത അവിടെ വിട്ടേക്കുക. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 2 വർഷത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 4ാമത്തെ വർഷത്തെ ഗ്രാജുവേഷനിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ പല സഹോദരങ്ങളും എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് സാറിൻ്റെ വീട്ടിൽ വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എന്നോട് അങ്ങനെ ഒരാളെ ചെയ്യുന്നത് പറയുന്നത്. എനിക്ക് വലിയ പ്രയാസം തോന്നി. ഞാൻ അദ്ദേഹത്തോട് അവരോട് ചോദിച്ചിട്ടൊന്നും അവരാരും എന്ത് ചെയ്തിട്ടില്ല, മറുപടി പറയുന്നില്ല. എന്നാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സഹോദരൻ ഒരു ദിവസം എന്നെ കാണാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ സാറിനെ കുറിച്ച് വളരെ മതിപ്പാണ്. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷൻ പ്രഭാഷകനാണ്. 4ലോ 5ലോ അധികം ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അധ്യാപകനാണ്. സരാഫത്ത് ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ ആൻറ്റിയുടെ ചില ഞങ്ങളോടുള്ള നിസ്സഹകരണം ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുളവാക്കുന്നു. എന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് വരുന്ന സഹോദരങ്ങളെല്ലാം വരാതെയായി. ഈ വന്ന വാത്സല്യ ദൈവദാസൻ എന്നോട് ഇത് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കാരണം? പെട്ടെന്ന് നമ്മുടെ ചിന്തകളിൽ ഓടി മറിയുന്നത് വ്യത്യസ്തമായ വിഭിന്നമായ പല കാര്യകാരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കാറുമുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ആകുലതകൾ എനിക്കില്ലാതില്ല. ആ മറുപടിക്കകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ സാർ? ഗ്രാജുവേഷന് ഞങ്ങൾ കടന്നു വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗ്രാജുവേഷൻ സെറമണി നടന്നു. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു. പക്ഷേ ആന്റിയോട് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പല സമയത്തും ആന്റി തിരിഞ്ഞു നടന്നു പോകുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. ശരി, ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ദേവദാസനെ നമ്മുടെയൊക്കെ ശുശ്രൂഷയുടെ 26ാമത്തെ വർഷമാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നത്. 99-ൽ ഞാൻ ഇറങ്ങിയതാണ്. ഈ കാലയളവിൽ 16 വർഷമായി എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. ഏത് സമയത്തും ഞാൻ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് 10 മിനിറ്റ് മുൻപ് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇനി ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി വീട്ടിൽ വരുമ്പോൾ എന്നെ ക്രിറ്റിസൈസ് ചെയ്യും. അതങ്ങനെ പറയരുത്. എനിക്ക് ഏറ്റവും നല്ല വഴികാട്ടിയായി എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കരുതെന്ന് ആഗ്രഹിച്ച വാക്കുകൾ എൻ്റെ ഭാര്യ കടന്നു വരുന്ന ആളുകളോട് നിസ്സഹകരണം കാണിക്കുന്നു. ആതിഥ്യ മര്യാദ അദ്ദേഹം അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള പദം എൻ്റെ കാതുകളിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. 1 മാസത്തോളം ഞാൻ മീറ്റിങ്ങിന് ഡേറ്റ് കൊടുത്തില്ല. വീട്ടിൽ തന്നെ എൻ്റെ റൂമിൻ്റെ അകത്ത്, എൻ്റെ പഠനമുറിക്കകത്ത് കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുന്നൊരു ശീലമുണ്ട്. 12,500-ലധികം ബുക്കുകൾ എൻ്റെ റൂമിലുണ്ട്. അതെല്ലാം ഇങ്ങനെ തിരിച്ചു മറിച്ചും എൻ്റെ മനസ്സിനെ ഞാൻ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 1-2 ദിവസത്തിലധികമായി ഭാര്യയോട് അധികം സംസാരിക്കുന്നില്ല. പിണക്കമൊന്നുമല്ല. പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ ഇളയ മോള് അവളെൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, പപ്പേ മമ്മിയെ കുറച്ച് നേരമായി മമ്മിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് മമ്മി അത് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല. അപ്പോഴെനിക്കൊരു ചിന്ത, ഇദ്ദേഹത്തെ പരീക്ഷിച്ചാൽ കൊള്ളാം. നിങ്ങളിതൊന്നും കേട്ട് വീട്ടിൽ ചെന്ന് പരീക്ഷിക്കാൻ നിൽക്കണ്ട. അവർ നല്ല മിടുക്കരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ അടുത്ത് വിളിച്ചു. 1-2 കാര്യങ്ങൾ അദ്ദേഹത്തോട് അടുത്ത് നിന്ന് സംസാരിച്ചു. ഒരു 2 സ്റ്റെപ്പ് ഞാൻ മാറി നിന്ന് അദ്ദേഹത്തോട് വീണ്ടും അദ്ദേഹത്തിന് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചു. 3-ാമത്തെ സ്റ്റെപ്പ് മാറിയപ്പോൾ എനിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ ചെവിയുടെ കേൾവിക്ക് എന്തോ പ്രതിസന്ധിയുണ്ട്. വീണ്ടും ആ ശബ്ദ പരിശോധന ഞാനൊന്ന് നടത്തി നോക്കി. കേൾവി പരിശോധിക്കുന്ന ആളൊന്നുമല്ല, എങ്കിലും എൻ്റെ ശബ്ദം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കേൾവി എന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു 1-2 ചോദ്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല.
നേരെ പേരൂർക്കടയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കേൾവി പരിശോധന നടത്തുന്നതും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റലുമായിട്ടുള്ള, ഒരു ഹോസ്പിറ്റൽ